ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു മല്ലി വറുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറികൾക്കൊക്കെ രുചിയും മണമൊക്കെ കൂട്ടാനായിട്ട് ഈ ഒരു മല്ലിപ്പൊടി മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്കൊക്കെ. എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം കട്ടിയൊന്നും ഇല്ലാത്ത പാനാണ് കേട്ടോ. മല്ലി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. 1 കിലോ മല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ ആദ്യമേ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറക്കാനായിട്ട്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പ്രത്യേകിച്ച് അടി കട്ടിയില്ലാത്ത പാത്രത്തിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പൊ ഇത് പിടിക്കുമ്പോൾ അതുപോലെ പൊടിഞ്ഞു പോവും. അപ്പൊ അതാണ് ഇതിന്റെ പരുവം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. ഇത്രയും മതിയാവും കേട്ടോ. ഞാനിവിടെ സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയാണിത്. അതിലേക്ക് നമുക്ക് ഈ ഒരു മല്ലി കൂടി ഇട്ട് കൊടുക്കാം. ഇനി മല്ലി നന്നായി ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനായിട്ട്. കുറച്ചധികം ഉണ്ടല്ലോ. കുറച്ചൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിക്കാം. ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിക്കാറ് കേട്ടോ. ഇനി ഞാൻ 1/2 കപ്പ് പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ പെരിഞ്ജീരകം ഇവിടെ ആയിട്ടുണ്ട്, നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പൊ പെരിഞ്ജീരകം നമുക്ക് ആ മല്ലിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഈ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് ഇട്ടത്. ആ തണ്ടോട് കൂടി തന്നെ, നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്, തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട്. ഞാൻ സ്പീഡിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ ലെങ്തി ആയി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഐറ്റം കൂടി വറുത്തെടുക്കാനുള്ളൂ. അപ്പോൾ ഒരു കൈപ്പിടിയോളം മഞ്ഞളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് ചതച്ചിട്ട് വേണം നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഇത് അധികം നേരം ഒന്നിട്ട് വറക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പാന് നന്നായി ചൂടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇളക്കിയെടുത്താൽ മതി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മഞ്ഞളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ചൂട് മൊത്തം പോയതിനു ശേഷം നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മല്ലി പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മല്ലിക്ക്. നമ്മുടെ കറികൾക്കൊക്കെ രുചിയും മണമൊക്കെ കൂട്ടാനായിട്ട് ഈ ഒരു മല്ലിപ്പൊടി മാത്രം മതി കേട്ടോ. ഇപ്പോ ഫിഷ് കറി ആയാലും ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി, ഏതൊരു കറിക്കും ഈ ഒരു മല്ലിപ്പൊടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ആ കറിക്ക് ഉണ്ടാവുക. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം ഒരു ഡപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് വേറൊരു ഡപ്പയിലാണ് കേട്ടോ സൂക്ഷിക്കാറ്. അപ്പൊ ഇനി മല്ലി വറക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് വേറൊരു ലെവലാണെന്നുള്ളത്. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ കമന്റ് ബോക്സിൽ ഹൈപ്പ് ദിസ് എന്നുള്ള ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്